ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാമോ? ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ടു നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ്. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല സംഭവിക്കുന്നതെങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം ധന്യമാകും. ദുർബല മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായിരിക്കും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകാം. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചാൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചതിനാൽ സ്വയമേ കുറ്റപ്പെടുത്തുക. നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരൊന്നും നിങ്ങൾക്കുള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നിങ്ങളെ മാത്രം സ്നേഹിച്ചു വന്നവരാണ്. തിന്മകളിലൂടെ നടന്നു നീങ്ങുകയും മറ്റുള്ളവരോട് നന്മകളെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് തികഞ്ഞ കാപട്യമാണ്. നമുക്ക് സംഭവിച്ച ചില വീഴ്ചകൾ കണ്ണ് കാണാത്തത് കൊണ്ടല്ല, മറിച്ച് ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. സ്വയം സ്നേഹിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിന്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേ ഉള്ളൂ: അഭിനയം. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ജീവിതം അതിലോലമാണത്. നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ. അതിനാൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത്. കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വില അറിയൂ. ഏതു പ്രതിസന്ധിയിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലിലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക. കർമ്മത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ ചതിക്കുന്ന സ്ത്രീ ഉറപ്പായും നിങ്ങളെ കുറ്റപ്പെടുത്താനും അപമാനിക്കാനും തുടങ്ങും. അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.